വെൽക്കം ടു RD വ്ളോഗ്സ്. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കൊല്ലം സ്റ്റൈൽ ഫിഷ് കറിയാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. നമുക്ക് കുറച്ച് ഉലുവ വേണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 കഷ്ണം കുടംപുളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, ഉപ്പ്. ഇത് ഫിഷ് ഞാൻ എടുത്തേക്കുന്നത് അയിലയാണ്, ചെറിയ അയിലയാണ്, 1/2 കിലോ ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ മൺചട്ടി എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വയ്ക്കാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ തിളച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ടുക. നമ്മുടെ എണ്ണ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ അതിട്ട് കൊടുക്കും. ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയുള്ളിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടി അത്യാവശ്യം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലിയും മല്ലിപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നതാണ്. ഇത് നല്ലപോലെ ഇതിൽ കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തന്നെ ഞാൻ 2 കുടംപുളി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം പുളിയുള്ള കുടംപുളിയാണ്, അതുകൊണ്ട് 2 എണ്ണം മതി. ഇതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ എന്നിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് പിടിക്കട്ടെ. ഇപ്പം ഇതിൽ കുടംപുളി ഇതിൽ തന്നെ കിടന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോഴേക്കും ആ കുടംപുളിയുടെ പുളി ഈ ഗ്രേവിയിലേക്ക് ഇറങ്ങി വരും. നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് തിളയ്ക്കാൻ വയ്ക്കാം. നമ്മുടെ ഗ്രേവി നല്ലപോലെ വെട്ടി തിളച്ചിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ഇനി മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മീനെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിന് വെന്ത് വരണമല്ലോ. അപ്പം നമ്മൾ ഡിമ്മാക്കി വെച്ചിട്ട് നമ്മൾ തീ ഡിമ്മാക്കി വയ്ക്കും. എന്നിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മീൻകറി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് 2 തണ്ട് കറിവേപ്പില വെച്ച് ഞാൻ വീണ്ടും അടച്ചു വെച്ച് കുറച്ചുകൂടി വറ്റിച്ചെടുക്കുകയാണ്. കുറച്ചുകൂടി വറ്റിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇതെപ്പോഴും നല്ലത് തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടുമ്പോഴാണ് എപ്പോഴും നല്ലത്. നമ്മുടെ പുളിയൊക്കെ നല്ലപോലെ പിടിച്ച് കഷ്ണത്തിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് കൊല്ലം സ്റ്റൈൽ ഫിഷ് കറി. കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നത് അതിന് 2 കാര്യമുണ്ട്. ഒന്ന്, അതിന് എരിവ് ഒരുപാട് കൂടി നിൽക്കില്ല. പിന്നെ നമുക്ക് നല്ലൊരു ചുമന്ന കളറും നമുക്ക് ഈ ഫിഷ് കറിയിൽ കിട്ടും. നമ്മുടെ കൊല്ലം സ്റ്റൈൽ മീൻ കറി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കളറാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് വീഡിയോയിൽ ആ റെഡ് കളറാണോ കാണുന്നത്, അത്രയും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നല്ല റെഡ് കളറായിട്ട് തന്നെയാണ് വന്നേക്കുന്നത് മീൻ കറി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്